യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മളായിരിക്കുന്ന അവസ്ഥകളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുറവുകൾ അറിയുന്ന ദൈവമാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് ഈ സമയം നിങ്ങൾ എന്ത് ചോദിച്ചാലും സ്വർഗം നിങ്ങൾക്ക് അനുവദിക്കുന്ന സമയമാണ്. കാരണം വിശുദ്ധ കുമ്പസാരത്തിൽ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പ്രസാദപരവസ്ഥയിലായിരിക്കുന്ന സമയം, സ്വർഗം ഏറ്റവും കൂടുതൽ നമ്മോട് കരുണ കാണിക്കുന്ന സമയം, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ കടന്നു വരുന്ന സമയമാണ് ഈ സമയം. അതുകൊണ്ട് ഈ സമയം നിങ്ങൾ എന്ത് ചോദിച്ചാലും സ്വർഗം നിങ്ങൾക്ക് കൽപ്പിച്ച് അനുവദിക്കും. ഹല്ലേലൂയാം. അഭിഷേകത്തോടെ ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. അഭിഷേകത്തോടെ ഹല്ലേലൂയാം, വിശ്വാസത്തോടെ ഹല്ലേലൂയാം, പ്രത്യാശയോടെ ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുകയാണ്. ഇനി 1 മണിക്കൂർ കൃത്യം നമ്മൾ പരിശുദ്ധ ബലിക്ക് വേണ്ടി ഒരുങ്ങുന്ന 1 മണിക്കൂർ. നമ്മളറിയാം, പരിശുദ്ധ ബലി പരിശുദ്ധമാണ്. ബലി പരിശുദ്ധമാകുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ അത് പരിശുദ്ധമാകണമെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിത്വവും ബലിയും തമ്മിലുള്ള ബന്ധമനുസരിച്ചാണ് അതിൻ്റെ പരിശുദ്ധി. അല്ലെങ്കിൽ ബലിയുടെ പരിശുദ്ധിയിൽ കുറവില്ലെങ്കിൽ പോലും എൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ അതനുസരിച്ചാണ് ബലി എനിക്ക് അനുഭവവേദ്യമാകുന്നത്. ഹല്ലേലൂയാ. അപ്പം നമ്മൾ ഈശോയുടെ കരങ്ങളിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്താ പറയുക, ബാക്കിയുള്ള ഒരു അത്ഭുതത്തിലും കർത്താവ് എണ്ണമെടുത്തില്ല. അപ്പം വർദ്ധിപ്പിച്ച് കൊടുത്തപ്പോഴേ എണ്ണമെടുത്തുള്ളൂ. അപ്പോൾ എണ്ണമെടുക്കുന്ന കർത്താവിൻ്റെ ഒരു പ്രക്രിയ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു എന്താ പറയുക, കർത്താവ് നമ്മളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. കാരണം കർത്താവിനൊരു കണക്ക് വേണം. എല്ലാത്തിനും ശരിക്കൊരു കണക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്ന പാപങ്ങൾ, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയുന്ന പാപങ്ങൾ, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായും ഇട്ടുകൊടുത്ത് തന്നെ മോചിപ്പിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ പാപങ്ങൾ നിങ്ങളത് വെറുത്തിട്ടുണ്ട്, ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളിൽ നിന്ന് ആ രൂപി വിട്ടുമാറി നിങ്ങൾ പൂർണ്ണമായിട്ടും ഫ്രീ ആകുന്നൊരു സമയമാണ്. വീണ്ടും ആ പാപം ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ വീണ്ടും അടുത്ത പാപത്തിലേക്ക് നമ്മുടെ ജീവിതം പോകുന്നത് വരെയും നിങ്ങൾ ടോട്ടലി ഫ്രീ ആണ്. പിന്നീട് അങ്ങോട്ട് നിങ്ങളെ ഭരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ സമയം ആദ്യം ഉണ്ടായിരുന്ന അന്ധകാരത്തിൻ്റെ ഒരു കെട്ട് ഇപ്പോൾ കാണുന്നില്ല, ഇപ്പോൾ കംപ്ലീറ്റ് നല്ല പ്രകാശമാണ്. നേരത്തെ നിങ്ങൾ വന്നപ്പോഴും കുമ്പസാരത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള അവസ്ഥയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കാണുന്ന ഒരവസ്ഥയുണ്ട്. അതെല്ലാം മാറി ഇപ്പോൾ കൂടുതൽ വെളിച്ചമാണ് ഈശോ കാണിക്കുന്നത്. നിങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചതിൻ്റെ റിസൾട്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഈശോ കാണിച്ചു തരാം. ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ നല്ലൊരു പ്രകാശത്തിൻ്റെ ഒരവസ്ഥ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അത് ദൈവത്തിന് നന്ദി. എന്തായാലും നിങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ഇപ്പോൾ നിങ്ങളോട് കൂടെ ആയിരിക്കുന്ന മാലാഖമാർ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അനുഭവിച്ചറിയണം. നിങ്ങൾ അറിയണം, ആ ഒരു അഭിഷേകത്തെ നിങ്ങൾ അറിയണം. കാരണം ഇതുവരെ നിങ്ങൾ പാപത്തിലായിരിക്കുമ്പോൾ ആ മാലാഖയുടെ സാന്നിധ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ വിശുദ്ധ കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപത്തെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്ത് വിശുദ്ധിയോടുകൂടെ ആയിരിക്കുന്ന നിങ്ങളുടെ ഈ സമയമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ എന്തും ചോദിച്ചാലും കിട്ടും. കാരണം ഇപ്പോൾ നിങ്ങളുടെ മാലാഖമാർ സ്വർഗത്തോട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടാതെ മാധ്യസ്ഥം വിളിച്ചുകൊണ്ടിരിക്കുക. നീ എന്നെ ഏൽപ്പിച്ച ആത്മാവ് ഈ സമയം പൂർണ്ണ വിശുദ്ധിയിൽ, അവൻ അല്ലെങ്കിൽ അവൾ നിന്നോട് ചോദിച്ചത് ഈ സമയം നീ അവന് അല്ലെങ്കിൽ അവൾക്ക് അനുവദിച്ചു കൊടുക്കാൻ ഇപ്പോൾ അവരിൽ യോഗ്യതയുണ്ട് എന്നുള്ള മാലാഖയുടെ മധ്യസ്ഥം പറച്ചിൽ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളത് അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ദിവസവും മാലാഖയോട് നമ്മുടെ മാധ്യസ്ഥം, മാലാഖയുടെ ജപം ചൊല്ലി മാധ്യസ്ഥം വിളിക്കുന്നവരായിരിക്കണം. ഒറ്റ ദിവസം പോലും കാവൽ മാലാഖയോടുള്ള പ്രാർത്ഥന മുടക്കരുത്. ഒരു ദിവസം പോലും മുടക്കരുത്. സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് സഭ തന്നിരിക്കുന്ന എല്ലാ ആയുധങ്ങളും ദിവസവും ധരിച്ചു വേണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ യുദ്ധത്തിന് ദിവസവും ഇറങ്ങി പുറപ്പെടാൻ. ജീവിതം എന്ന് പറയുന്നത് സാത്താനെതിരെയുള്ള ഒരു യുദ്ധമാണെങ്കിൽ അതിനെ നമ്മളെ അനുസരണം വഴി, വിധേയത്വം വഴി, ക്ഷമ വഴി, കരുണ വഴിയൊക്കെ ഈ യുദ്ധത്തിൽ വിജയം നേടി തിരിച്ചു വരേണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് സാത്താനുമായിട്ട് നമ്മൾ ഡയറക്റ്റ് ഒരു അറ്റാക്കിന് ഇറങ്ങി തിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, അവൻ്റെ എല്ലാ ആയുധങ്ങളും ഓൾറെഡി അവനിങ്ങനെ ധരിച്ച് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഫുൾ സെറ്റായിട്ട് വന്ന് നിൽക്കുക. അപ്പോൾ നമ്മൾ ഒന്നുമില്ലാതെ വെറും കൈയോടുകൂടി അവനെ നേരിടാൻ ചെന്നാൽ, പ്രിയമുള്ള ദൈവജനമേ, അവിടെ വിലപ്പോവത്തില്ല. ഹല്ലേലൂയ. ഈശോ നമ്മളോട് പറയുന്നു, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയപ്പെടുവാൻ
നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാം. എന്തു വേണമോ അത് നിങ്ങൾക്കിപ്പോൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തു വേണമോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയമാണ് ഏറ്റവും ബെസ്റ്റ്. ഇന്നത്തെ വിശുദ്ധ ബലി എന്ന് പറയുന്നത് നിങ്ങൾ സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, അതിനേക്കാൾ അഭിഷേകം നിറഞ്ഞൊരു ബലി നിങ്ങൾ അർപ്പിച്ചിട്ടുണ്ടാവില്ല. അതാണ് നിങ്ങളുടെ ഒരുക്കത്തിൽ നിങ്ങൾ അർപ്പിക്കുന്ന ബലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ്, അതിനേക്കാൾ അഭിഷേകം നിറഞ്ഞൊരു ബലി നിങ്ങൾ അർപ്പിച്ചിട്ടുണ്ടാവത്തില്ല. ആ ഒരു ബലി നിങ്ങൾക്ക് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ദൈവത്തിന് നിങ്ങൾക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം നിങ്ങൾക്ക് ഒരുക്കി തന്ന ഈ ബലി, അതായത് നമ്മൾ എല്ലാ ബലിയും സ്വർഗം നമുക്ക് ഒരുക്കി തരുന്നുവെങ്കിലും വിശുദ്ധ കുമ്പസാരം നടത്തിയതിന് ശേഷമുള്ള പരിശുദ്ധ ബലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആവശ്യത്തിന് കസ്റ്റമൈസ് ചെയ്ത് കർത്താവ് തന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എന്തായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ ദൈവം നമുക്ക് തന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബലിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ദൈവത്തോട് ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇഷ്ടമുള്ളത് ചോദിക്കാം ഇന്നത്തെ ബലിയിൽ. അത് നിങ്ങൾക്ക് കിട്ടും. അശ്രദ്ധ കൂടാതെ, അലസത കൂടാതെ, ഏകാഗ്രതയിൽ വിശുദ്ധിയോടുകൂടെ ഇന്നത്തെ ബലി നിങ്ങൾ അർപ്പിക്കുമെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ എന്തു ചോദിക്കുന്നുവോ അത് കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദിവസമാണ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിലും നമ്മളുടെ അയോഗ്യതകൾ പലപ്പോഴും നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അയോഗ്യരായി മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുമ്പസാരം ഇവിടെയല്ല എവിടെയാണെങ്കിലും വിശുദ്ധ കുമ്പസാരത്തിന് ശേഷം അർപ്പിക്കുന്ന ബലി എന്ന് പറഞ്ഞാൽ സ്വർഗം നിങ്ങളെ ഏറ്റെടുക്കുന്ന, നിങ്ങളെ പ്രത്യേകിച്ച് കൺസിഡർ ചെയ്യുന്ന ഒരു സമയമാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലി, ഇന്നത്തെ ബലി നിങ്ങൾ അർപ്പിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 62-ാം സങ്കീർത്തനം എടുക്കാമോ? 62-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ 1-ാമത്തെ വാക്യം, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, ഞാൻ കുലുങ്ങി വീഴുകയില്ല, ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഒരുമ്പെടും? അവൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത്. അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു, അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ശപിക്കുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടെ നിന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല, എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്. എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ, അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ, അവിടുന്ന് ആണ് നമ്മുടെ സങ്കേതം. മർത്യൻ ഒരു നിശ്വാസം മാത്രം, വലിയവനും ചെറിയവനും ഒന്നുപോലെ വിധിയാണ്. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. ചൂഷണത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ വ്യർത്ഥമായി ആശ വയ്ക്കരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്, കർത്താവേ കാരുണ്യവും അങ്ങയുടേതാണ്, അവിടുന്ന് മനുഷ്യന് പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു. ഹല്ലേലൂയ. ഈ ഒരു വചനഭാഗം നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ മെയിനായിട്ട് വന്ന 2-3 കാര്യങ്ങൾ മാത്രമാണ് നമ്മളിന്ന് എക്സ്പ്ലനേഷനിലേക്ക് എടുക്കുന്നത്. അതിൽ ഏറ്റവും അവസാനത്തേത്, ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. കർത്താവെ കാരുണ്യവും ശക്തി ദൈവത്തിൻ്റെതാണ്, കർത്താവെ കാരുണ്യവും അങ്ങയുടേതാണ്, അവിടുന്ന് മനുഷ്യന് പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു. പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്ന ദൈവത്തെ തിരിച്ചറിയണം നമ്മൾ. എന്താണ് പ്രവൃത്തി എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ല, ദൈവത്തോട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ബിബ്ലിക്കലി പ്രവൃത്തി എന്ന് ബൈബിള് നമ്മളോട് പറയുന്നത്. നമ്മളുടെ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഈ ടേബിള് തള്ളി നീക്കിയാൽ ബൈബിൾ പറഞ്ഞ പ്രവൃത്തിയാവത്തില്ല.
ഇവിടെ നിന്ന് ഞാനത് മാറ്റി ആ സ്പീക്കർ അങ്ങോട്ട് നീക്കി വെച്ചാൽ അതൊന്നും പ്രവൃത്തിയല്ല. ഞാൻ എൻ്റെ ദൈവത്തിന് വിധേയപ്പെട്ടുകൊണ്ട് എൻ്റെ ആത്മാവിൽ ദൈവത്തോട് ഞാൻ ചെയ്യുന്ന ചില തീരുമാനങ്ങളും ദൈവത്തെ പ്രതി ഞാൻ എടുക്കുന്ന ഡിസിഷൻസും ദൈവത്തെ പ്രതി ഞാൻ ചില പാപങ്ങൾ വെറുക്കുന്നുണ്ടെങ്കിൽ, ചില ശീലങ്ങൾ മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഉപവാസം, എൻ്റെ പ്രാർത്ഥനകളും ഞാൻ ഏതെങ്കിലും തരത്തിൽ ത്യാഗം ചെയ്തുകൊണ്ട് കർത്താവിനെ തൃപ്തിപ്പെടുത്താൻ, കർത്താവിനെ മഹത്വപ്പെടുത്താൻ, കർത്താവിനെ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ഒരുമ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രവൃത്തിക്കൊത്ത് കർത്താവ് എനിക്ക് പ്രതിഫലം തരും. ദൈവീകമായിട്ടുള്ള കാഴ്ചപ്പാടിൽ മനുഷ്യരോട് ഞാൻ ചെയ്യുന്നതും പ്രവൃത്തി തന്നെയാണ്. നമ്മൾ നേരത്തെ വായിച്ചു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, അതിലും ഒരു അധ്വാനത്തെ പറ്റി പറയുന്നുണ്ട്. ഇവിടെയും പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു അധ്വാനമാണെങ്കിൽ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് സ്പിരിച്വലിയാണ്. ദൈവത്തെ പ്രതി മനുഷ്യരോട് നിങ്ങൾ കാണിക്കുന്ന കരുണയും സ്നേഹവും അനുകമ്പയും എല്ലാം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ കർത്താവ് അതിനൊത്ത് നിനക്ക് പ്രതിഫലം തരും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കാനുള്ളതല്ല, മറിച്ച് ദൈവത്തോട് കാണിക്കുന്നതിൻ്റെ പേരാണ് പ്രവൃത്തി. മറ്റു മനുഷ്യരിൽ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് ദൈവത്തോടെന്ന പോലെ ഞാൻ ചെയ്യുന്നതിൻ്റെ പേരാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. അവരെന്നോട് എങ്ങനെ പെരുമാറിയാലും, അവരെന്നോട് എന്ത് കാണിച്ചാലും എന്നിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ മനോഭാവത്തിന് ദൈവം വിളിക്കുന്ന പേരാണ് പ്രവൃത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി ആണെങ്കിൽ മറ്റൊരാൾക്ക് എൻ്റെ പേഴ്സണാലിറ്റിയെ മാറ്റാൻ പറ്റരുത്. എനിക്ക് ഒരു ആത്മീയ വ്യക്തിത്വം ഉണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട ഒരാൾ വന്നു, ഞാൻ തിരിച്ച് ദേഷ്യപ്പെടും, ഞാൻ തിരിച്ച് തല്ലും, ഞാൻ തിരിച്ച് അയാൾ എന്നോട് അങ്ങനെ ചെയ്താൽ ഞാൻ അതിന് ഇരട്ടിയായിട്ട് ചെയ്യും. പ്രിയമുള്ളവർ, ഇത് പേഴ്സണാലിറ്റി അല്ല, സ്പിരിച്വൽ പേഴ്സണാലിറ്റിയും അല്ല, അല്ലാതെ ഭൗതികമായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയുമല്ല, മാനുഷികതയിലും അതൊരു വ്യക്തിത്വമല്ല. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ആർക്ക് വേണമെങ്കിലും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. അവനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. കാരണം എന്താ, ഞാൻ ദേഷ്യപ്പെട്ടാൽ അവൻ തിരിച്ച് ദേഷ്യപ്പെടും. അപ്പോൾ അവനെ ദേഷ്യപ്പെടുത്താൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവനെ ദേഷ്യപ്പെടുത്തിയാൽ പോരെ? അപ്പോൾ അവൻ അതേ റാങ്കിൽ എന്നോട് തിരിച്ച് കാണിക്കും. അത് പേഴ്സണാലിറ്റി അല്ല. ഞാൻ കാണിക്കേണ്ട വ്യക്തിത്വം എന്ന് പറയേണ്ടത് അത് എൻ്റേത് മാത്രമായിരിക്കണം, അത് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ആയിരിക്കുന്ന സമൂഹത്തിന് ചുറ്റും പ്രിയപ്പെട്ട ദൈവജനമേ പല സ്വഭാവങ്ങളും പല പാപങ്ങളും പല ജീവിതാവസ്ഥകളിലൂടെയും കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരെന്നോട് പെരുമാറുന്നതെല്ലാം എൻ്റെ ഇഷ്ടത്തിനല്ല. എനിക്ക് ചുറ്റുമുള്ള എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കളോ എൻ്റെ മാതാപിതാക്കളോ ഒന്നും എൻ്റെ ഇഷ്ടത്തിന് പെരുമാറുന്നവരല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അവരുടേതായിട്ടുള്ള രീതികളുണ്ടെങ്കിൽ എനിക്ക് ലോകം മുഴുവനെയും തിരുത്താൻ പറ്റില്ല. പകരം എൻ്റെ വ്യക്തിത്വം എനിക്ക് ഒരു വ്യക്തിത്വം മാത്രമാക്കി എൻ്റെ വ്യക്തിത്വത്തെ ഞാൻ മാറ്റിയാൽ എന്നെ ദേഷ്യപ്പെടുത്തുന്നവരോട്, എന്നെ വഞ്ചിക്കുന്നവരോട്, എന്നെ നിന്ദിക്കുന്നവരോട്, എന്നോട് കൂടെ ആയിരുന്നുകൊണ്ട് എന്നെ ചതിക്കുന്നവരോടെല്ലാം എന്നിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയെ ദൈവം വിളിക്കുന്ന പേരാണ് പേഴ്സണാലിറ്റി. ആമേൻ. ഹല്ലേലൂയ. അതാണ് പ്രവൃത്തി എന്ന് പറയുന്ന പേഴ്സണാലിറ്റി. ഇത് ഞാൻ കാണിക്കുമ്പോൾ അതിനൊത്ത് ദൈവം എനിക്ക് പ്രതിഫലം തരും. അത് തന്നെയാണ് ഈ 62-ാം സങ്കീർത്തനത്തിൻ്റെ മെയിൻ ഹെഡിങ്. ആശ്വാസം ദൈവത്തിൽ മാത്രം. ചുറ്റുമുള്ളവരിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾക്കൊരു നല്ല വാക്ക് പ്രതീക്ഷിച്ച് ആർക്കും വേണ്ടി നിങ്ങളിത് കാത്തിരിക്കരുത്. അവരിൽ നിന്ന് ഞാനിത് ചെയ്തു കൊടുത്തുകൊണ്ട് തിരിച്ചെന്തെങ്കിലും നമ്മൾ ഒറ്റ മുക്കി നമ്മൾ പോകും. പക്ഷേ ഇല്ല, അവരിൽ എന്ത് നിങ്ങൾ ചെയ്തു കൊടുത്താലും എതിർവശത്ത് നിന്ന് കിട്ടുന്നത് കല്ലേറ് മാത്രമായിരിക്കും. എത്ര നന്മ ചെയ്തു കൊടുത്താലും എങ്ങനെ നിങ്ങൾ അവരോട് ക്ഷമിച്ചാലും എതിർവശത്ത് നിന്ന് നന്മ പ്രതീക്ഷിക്കരുത്. കാരണം ആശ്വാസം ദൈവത്തിൽ നിന്ന് കിട്ടിയെങ്കിലേ അതിനെ പ്രതിഫലമെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നീ ചെയ്ത കരുണയ്ക്ക് ഈ ഭൂമിയിൽ തന്നെ നിനക്ക് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ നിനക്ക് എങ്ങനെ സ്വർഗം സ്വന്തമായി കിട്ടും? അതുകൊണ്ട് ഈ ഭൂമിയിൽ നീ ചെയ്ത നന്മകൾക്കും നീ ചെയ്ത എല്ലാ കാരുണ്യ പ്രവൃത്തികൾക്കും പ്രതിഫലമായി സ്വർഗത്തിൽ നിന്നുള്ള വിഹിതത്തെ മാത്രമേ നീ പ്രതീക്ഷിക്കാവൂ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നുള്ള വിഹിതത്തെ അല്ലാതെ മറ്റൊന്നിനെയും നീ പ്രതീക്ഷിക്കരുത്. ഈ ഭൂമിയിൽ നീ ചെയ്ത സകല കാര്യങ്ങൾക്കും സ്വർഗത്തിൽ നിന്ന് എന്ത് കിട്ടുമോ അതുമാത്രമേ നീ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. മറ്റൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം അതാണ് ദൈവേഷ്ടം, അതല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നു, പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം
തരും. എൻ്റെ പ്രവൃത്തി ഞാൻ എൻ്റെ മക്കൾ ഇങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കുന്നതല്ല എൻ്റെ പ്രവൃത്തി. ഞാൻ കർത്താവെ എൻ്റെ സമൂഹം, ഞാനായിരിക്കുന്ന എൻ്റെ എൻ്റെ കുടുംബം ഞാൻ ഇങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിങ്ങനെ എല്ലാവരും ഒരുമിച്ച് തന്നെ ഒന്ന് വാഴ്ത്തി സ്തുതിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല. തെറ്റാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും അതിനകത്ത് എന്താ തെറ്റുണ്ട്. കാരണം എന്താ? ദൈവമാണ് രൂപപ്പെടുത്തിയതെങ്കിൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലത് സ്ഥാനം തെറ്റിച്ചിടുന്നതും കർത്താവ് തന്നെയാണ്. എല്ലായിടത്തും സന്തോഷം ഈശോ പ്രതീക്ഷിക്കുന്നില്ല, സ്ഥാപിച്ചിട്ടുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലായിടത്തും ദൈവം സന്തോഷം സ്ഥാപിക്കുന്നില്ല. കർത്താവ് പോലും കുരിശാണ് എടുത്തത് എന്നുള്ളത് മറക്കരുത്. കുരിശെടുത്ത് രക്ഷ നേടിത്തന്നവനാണ് ക്രിസ്തുവെങ്കിൽ ജനങ്ങളുടെ നടുവിലൂടെ, അല്ലെങ്കിൽ പരിഹാസ രാജാവായി ഒടുതുണിക്കും മറുതുണിയില്ലാതെ കുരിശിൽ അവൻ തൂങ്ങിക്കിടക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ക്രിസ്തുവിനോട് നമ്മൾ അവൻ്റെ രൂപം ഒന്ന് നോക്കിയിട്ട് വേണം പറയാനായിട്ട്. അവനായിരിക്കുന്ന അവസ്ഥകളെ ഒന്ന് നോക്കിയിട്ട് വേണം പറയാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഹൈന്ദവ ഒരു ഫ്രണ്ട് എനിക്കുണ്ട്. അപ്പോൾ അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ വന്നപ്പോൾ അവനിങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നീ കുരിശിലേക്ക് നോക്കുക, കുരിശുണ്ട് രക്ഷയ്ക്ക്. അപ്പം ഞാനവനെ ഇങ്ങോട്ടാക്കാൻ ശ്രമിച്ചതൊന്നുമല്ല, സ്നേഹത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയും ദാരിദ്ര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാം അവൻ്റെ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ നീ കുരിശിൽ നോക്ക്, കുരിശിൽ രക്ഷയുണ്ട്, സകല മനുഷ്യർക്കും വേണ്ടിയാണ് അവൻ കുരിശിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറയും, എൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി നീ പറഞ്ഞ പ്രകാരം ഞാൻ കുരിശിലേക്ക് നോക്കിയപ്പോൾ കർത്താവിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അതിലും വെച്ച ഞാൻ തന്നെയാണ് എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. പ്രിയപ്പെട്ട ദൈവജനമേ, കുരിശിലേക്ക് നോക്കുമ്പോൾ കുരിശിൽ കാണുന്ന എന്തൊക്കെയാണ്? കുരിശിൽ കാണുന്ന കുരിശിൻ്റെ വർണ്ണന നമ്മളെടുത്താൽ 4 അറ്റവും കുരിശിനുണ്ടെങ്കിലും കർത്താവ് നോക്കുന്ന പിതാവായ ദൈവത്തിലേക്കും വലതുവശത്തേക്ക് കൈ ചൂണ്ടിയിരിക്കുന്ന ഈശോയെയും ഇടതുവശത്തേക്ക് കൈ ചൂണ്ടി നിൽക്കുന്ന ഈശോയെയും കാലിൻ്റെ ചുവട്ടിലിരിക്കുന്ന പരിശുദ്ധമ്മയും ഒക്കെ കുരിശിൽ നമുക്ക് കാണാനായിട്ട് പറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുരിശിൽ കിടക്കുന്ന ഈശോയിലേക്ക് നോക്കിയപ്പോൾ എനിക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ യേശുവിലേക്ക് നോക്കുമ്പോൾ ചോദിക്കാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? യേശുവിലേക്ക് നോക്കുമ്പോൾ ചോദിക്കാൻ തോന്നണമെങ്കിൽ യേശുവിൻ്റെ സഹനത്തിൽ പങ്കാളിയായവർക്ക് മാത്രമേ യേശുവിനോട് ചോദിക്കാൻ അല്ലെങ്കിൽ ചോദിക്കാതിരിക്കാൻ തോന്നത്തുള്ളൂ. നമ്മളെല്ലാം ഇങ്ങനെ അവൻ്റെ മുന്നിൽ ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുക, ഇത് പിടിച്ചോ, അടുത്ത നിയോഗമാണ്, ഇത് പിടിച്ചോ, ഇത് പിടിച്ചോ, ഈശോയെ പുതിയതൊരെണ്ണം വരണ്ട് പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയോഗങ്ങളെല്ലാം കുരിശിൽ കിടക്കുന്ന കർത്താവിലേക്ക് എറിഞ്ഞു പിടിപ്പിക്കുക. അത് കൈകൊണ്ടൊന്ന് പിടിക്കാൻ പോലും ശരിക്കും പറ്റാത്ത രീതിയിൽ കർത്താവിനെ കുരിശിൽ തറച്ചാനിട്ടിരിക്കുന്നുള്ള ഒരു ബോധവും നമുക്കില്ല. നമ്മൾ എറിഞ്ഞു പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് എങ്ങനെയെങ്കിലും പിടിച്ചോളും. കാരണം എന്താ? കുരിശിൽ കിടക്കുന്നവൻ എനിക്ക് വേണ്ടി കുരിശേ കയറിയെങ്കിൽ ഞാൻ കൊടുക്കണ്ടേ എന്നുള്ള ചിന്തയിൽ കർത്താവിലേക്ക് എറിഞ്ഞു പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈശോ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയോ? കുരിശിൽ നിന്ന് എനിക്ക് എൻ്റെ ശക്തി പുറപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ കുരിശിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരെണ്ണത്തിനെ കർത്താവ് നോക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശിൻ ചുവട് വരെ കർത്താവിനെ അനുഗമിച്ചത് പരിശുദ്ധമ്മയാണ്. കുരിശിൻ ചുവട് വരെ അനുഗമിച്ചിട്ട് കുരിശിൻ ചുവട്ടിൽ തന്നെ അവളിരുന്ന് കുരിശിൽ നിന്ന് അവനെ ഇറക്കി അവളുടെ മടിയിൽ കിടത്തുന്നത് വരെ അമ്മ പുത്രനിൽ നിന്ന് മാറി നിന്നില്ല. ജനിച്ചപ്പോഴും അമ്മ തന്നെ പുത്രനെ കയ്യിൽ മേടിച്ചു, മരിച്ചപ്പോഴും അമ്മ തന്നെ പുത്രനെ കയ്യിലേക്ക് മേടിച്ച പരിശുദ്ധമ്മ കാലിത്തൊഴുത്തു മുതൽ ഗാഗുൽത്തായിലെ കുന്നമുദം വരെ ഒരുമിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈശോയോട്. അതുകൊണ്ട് ആ അമ്മ നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥം വിളിക്കുന്നുണ്ടെങ്കിൽ അമ്മ എന്ന് പറയുന്ന അവസ്ഥയിൽ കുരിശിനെ കാണാൻ നമുക്ക് പറ്റണം. കുരിശെന്ന് പറയുന്ന അവസ്ഥയിൽ പരിശുദ്ധമ്മയെയും നമുക്ക് കാണാൻ പറ്റണം. അപ്പോൾ എല്ലാം എറിഞ്ഞു പിടിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി നോക്കണം. യേശുവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നൊരവസ്ഥ, കർത്താവിൻ്റെ തിരുവിഷ്ടം പൂർത്തിയാക്കാൻ എന്നെക്കൊണ്ട് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ളത് നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുമിച്ച് കർത്താവേ എൻ്റെ കുടുംബം ഒരുമിച്ച് നിന്നെ സ്തുതിക്കാൻ നീ ഇടവരുത്തണമേ. പല കുടുംബത്തിലുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. പക്ഷേ ഈ കുടുംബത്തിൽ ഏതെങ്കിലും ഒന്ന് തലതിരിഞ്ഞതുള്ള മാതാപിതാക്കളെ ഇത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് നടക്കില്ല എന്ന് ഈശോ പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? ദൈവം സ്ഥാപിച്ചിടത്ത് കർത്താവ് ചിലതിനെ സ്ഥാനം തെറ്റിച്ചിടുന്നത്, ഈ സ്ഥാനം തെറ്റിച്ചിട്ടത് വഴിയുള്ള ഇറിറ്റേഷൻ അവന് പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കാനുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ.
ചില കുടുംബങ്ങളിൽ നിന്ന് ചില ദൈവവിളികൾ ഉയരണമെങ്കിൽ ഇത്തരത്തിൽ സ്ഥാനം തെറ്റിയ ചിലത് കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ ചില ദൈവവിളികൾ ഉയരുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അഭിഷേകം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തോതിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിൻ്റെ എല്ലാ ഫോമിലും നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ കുറേ പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഒന്നല്ല അത്. ശരീരം കൊണ്ട്, ജീവിതം കൊണ്ട്, പ്രാർത്ഥന കൊണ്ടൊക്കെ വില കൊടുക്കുന്നത് മൂലം കടന്നു വരുന്ന ഒരു അഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം. ഇന്ന് എനിക്ക് രോഗസൗഖ്യവരം കിട്ടാൻ വേണ്ടി ഞാൻ കുത്തിയിരുന്ന് രോഗസൗഖ്യത്തിൻ്റെ വചനങ്ങൾ വായിച്ചാൽ മാത്രം കിട്ടുന്നതല്ല. രോഗസൗഖ്യവരം ഒരു കൃപ എന്നിൽ ക്രെഡിറ്റ് ആകണമെങ്കിൽ ആ കൃപയ്ക്ക് വേണ്ടി കർത്താവ് സഹിച്ചത്, ആ കൃപ തരാൻ കർത്താവ് സഹിച്ച സഹനത്തെ നീ ധ്യാനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ പീഡാസഹനങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോ സഹനങ്ങൾ എടുത്ത് വെച്ച് ധ്യാനിക്കും. കർത്താവിൻ്റെ ഗത്സമേനി മുതൽ കുന്തമുന വരെയുള്ളതാണ് ധ്യാന വിഷയമാക്കുന്നത്. പ്രത്യേകിച്ച് അത് വലിയ നോമ്പിൻ്റെ സമയത്ത് ആ ഒരു 50 ദിവസം ഇത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഓരോ സഹനങ്ങൾ ഇങ്ങനെ കർത്താവ് കാണിച്ചു തരുമ്പോൾ ഈശോ ഇങ്ങനെ പറയും, ഈ സഹനം വഴിയാണ് ഈ കൃപ എനിക്ക് ഇന്ന സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ രോഗസൗഖ്യത്തിൻ്റേത്, അത്ഭുത പ്രവർത്തനത്തിൻ്റേത്, ഓരോ കൃപകളും നമ്മൾ കുരിശിൻ്റെ വഴിയിൽ എണ്ണം പിടിക്കാൻ വേണ്ടി 14 സ്റ്റേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, 14 സ്റ്റേഷനൊന്നുമല്ല. ഈശോ നടന്ന വഴികളിൽ, ഈശോ വീണതിൽ നിന്നെല്ലാം, ഈശോയുടെ സഹനങ്ങളിൽ നിന്നെല്ലാം പുറപ്പെട്ട കൃപകളെ കർത്താവ് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ നിങ്ങൾ കൃപകൾ ചോദിച്ച്, ശുശ്രൂഷ വരങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ധ്യാനിക്കേണ്ടത് ഗാഗുൽത്തായിലെ കുന്തമുനയാണ്. കർത്താവിൻ്റെ കുരിശാണ്. കുരിശും ചുമന്നു പോയ വഴികൾ ധ്യാനിക്കണം. അതിന് ഒന്നും വേണ്ട, നമ്മുടെ കുരിശിൻ്റെ വഴിയിലെ 14 സ്റ്റേഷൻ ധ്യാനിച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന കൃപ ഏത് സ്റ്റേഷനിൽ നിന്ന് നിന്നിലേക്ക് പുറപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചുകൂടെ നീ ധ്യാനിക്കാനുള്ള ഒരു അവബോധം കർത്താവ് ആ ധ്യാനത്തിലൂടെ നിനക്ക് തരും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കൃപകൾ ചോദിക്കും ഈശോയോട്. ശുശ്രൂഷയിലേക്ക് വന്ന സമയത്ത് അറിയില്ലായിരുന്നു പ്രാർത്ഥിച്ചാലേ കിട്ടുമെന്നുള്ളൊരു മിഥ്യാധാരണ ഉണ്ടായിരുന്ന ആ സമയത്ത് ഈശോയോട് പറയും, കർത്താവ് ഈ കൃപ വേണം. കാരണം ഇന്ന് ഈ കൃപ വേണ്ടുന്നൊരു വ്യക്തി, ഈ കൃപ പ്രകടിപ്പിക്കേണ്ട ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഹെൽപ്ലെസ് ആയിട്ട് നിന്നു. അതുകൊണ്ട് എനിക്ക് ഈ കൃപ വേണം. നീ പറ, എത്ര ദിവസം പട്ടിണി കിടക്കണം, എത്ര ദിവസം ഉപവസിക്കണം, നീ പറ പരിശുദ്ധാത്മാവേ പറ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ എണ്ണം കാണിച്ചു തരും. പ്രിയമുള്ളവരെ, 3 അക്കത്തിൽ കുറഞ്ഞൊരെണ്ണം ഈശോ കാണിച്ചു തരാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ എണ്ണം കാണിച്ചു തരുമ്പോൾ 3 അക്കം, അതായത് 99 അല്ല 100നും മേൽപോട്ടെ അക്കം കാണിക്കുള്ളൂ ഉപവസിക്കാൻ. അപ്പോൾ ഈ അക്കം കാണിച്ചു കഴിയുമ്പോൾ ഈ അക്കത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇങ്ങനെ സന്ദേശം തരും, കുരിശിൻ്റെ വഴിയിലെ ഇത്രാം സ്ഥലം എടുത്ത് നീ ധ്യാനിക്കാൻ പറയും. അപ്പോൾ കുരിശിൻ്റെ വഴിയിലെ ആ സ്ഥലം എടുത്ത് അതുമാത്രം എടുത്ത് ധ്യാനിക്കാൻ പറയും. അപ്പോൾ അത് കുരിശിൻ്റെ വഴി എന്ന് പറയുന്ന പുസ്തകത്തിലല്ല ആ ധ്യാനം നടക്കുന്നത്, മറിച്ച് 4 സുവിശേഷങ്ങളിൽ നിന്ന്, ബൈബിളിൽ നിന്ന് 4 സുവിശേഷങ്ങളിൽ നിന്ന് പീഡാസഹന ചരിത്രം എടുത്ത് വായിക്കുമ്പോൾ അത് ഏത് അധ്യായത്തിൽ, ഏത് പാരഗ്രാഫിൽ, എത്രാമത്തെ വാക്യത്തിൽ വരുന്നുവോ അതെടുത്ത് വെച്ച് വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈ കൃപ ക്രെഡിറ്റ് ആവുന്നത് പരിശുദ്ധാത്മാവ് കയ്യിൽ പൊള്ളലായിട്ട് മരവിപ്പായിട്ടൊക്കെ അനുഭവിച്ച്, ഇങ്ങനെ അനുഭവത്തിൽ കർത്താവ് എത്രയോ തവണ കാണിച്ചു തന്നിട്ടുണ്ടെന്നറിയോ. നമ്മളിൽ നിന്ന് കർത്താവിൻ്റെ ശക്തി പുറപ്പെടണമെങ്കിൽ കുരിശിലേക്ക് ചേർത്ത് വെച്ച് കർത്താവിൻ്റെ ആണി നമ്മുടെ കൈയോട് ചേർത്ത് വെച്ച് അടിക്കാൻ വെച്ചു കൊടുക്കുന്ന സഹനത്തിൻ്റെ അഭിഷേകം കൂടെ സ്വീകരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവം അനുവദിക്കുന്ന സഹനങ്ങളിൽ നമ്മൾ കൈ ചേർത്ത് വെക്കണം. ഈശോയെ, നിൻ്റെ കുരിശിൽ നിൻ്റെ വലത് കൈയോട് ചേർത്ത് എൻ്റെ പാപകരമായ വലത് കൈയും, നിൻ്റെ ഇടത് കൈയോട് ചേർത്ത് എൻ്റെ പാപകരമായ ഇടത് കൈയും, നിൻ്റെ കാൽപാദങ്ങളോട് ചേർത്ത് എൻ്റെ പാപകരമായ കാൽപാദങ്ങളും ചേർത്ത് തറച്ച് പൂട്ടി സൂക്ഷിക്കണം. ഈശോയെ, നിന്നോടുകൂടെ തറയ്ക്കപ്പെട്ടാൽ അതിലും വലുത് ഒന്നുമില്ല. കാരണം 7 അന്ത്യവചസ്സുകൾ പുറപ്പെടുന്നത് കുരിശിൽ നിന്നാണെങ്കിൽ 7 ധ്യാനങ്ങൾ അതിൽ നിന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. 7 ധ്യാനങ്ങളാ. ഈ 7 ധ്യാനങ്ങളാകുന്ന അന്ത്യവചസ്സുകൾ പ്രിയപ്പെട്ട ദൈവജനമേ, കുടുംബത്തിലുള്ള 7 അരൂപികളെ തുരത്തുന്നതാണ്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന 7 അരൂപികൾക്ക് മേലുള്ളൊരു കൂട്ടമാണത്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം, നിങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. ക്രിസ്തു അനുഭവം അതിൻ്റെ പൂർണ്ണതയിൽ കാണാൻ പറ്റുന്നത് കുരിശിൽ മാത്രമാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഗത്സമേനിയിലുള്ള പ്രാർത്ഥനയിൽ ഞാൻ പല ധ്യാനത്തിലും പറഞ്ഞതാണ്, ഗത്സമേനിയിലുള്ള പ്രാർത്ഥനയിൽ യേശുവും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം യേശു പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കം ചെയ്യണം. കാരണം ശരീരം സഹിക്കാൻ തുടങ്ങാൻ പോവുക. അപ്പോൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കം ചെയ്യണം. ശരീരത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഉടനെ ക്രിസ്തു പ്രാർത്ഥിച്ചത് എന്താണ്? എങ്കിലും എൻ്റെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടണം. രണ്ട് പ്രാർത്ഥനകളിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയേ. രണ്ട് പ്രാർത്ഥനകളുണ്ട്. കർത്താവ് കുരിശ് ചുമക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച രണ്ട് പ്രാർത്ഥനകളിൽ ഒന്ന് യേശു എന്ന് പറയുന്നതിൻ്റെയും രണ്ട് ക്രിസ്തു എന്ന് പറയുന്നതിൻ്റെയും പ്രാർത്ഥനയാണ്. നമ്മളിതിൽ ആദ്യത്തെ പ്രാർത്ഥന മാത്രമേ പ്രാർത്ഥിച്ച് ശീലിച്ചിട്ടുള്ളൂ. സഹനങ്ങൾ ആരംഭിക്കുന്നത് ഗത്സമേനിയിൽ നിന്നാണ്. ഹല്ലേലൂയ. കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒരു സഹനം നിൻ്റെ ജീവിതത്തിൽ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു സഡൻ ബ്രേക്ക്, അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ഒരു സഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ പ്രിയപ്പെട്ടവരെ, ആ പോയിന്റാണ് നമ്മുടെ ജീവിതത്തിലെ ഗത്സമേനി എന്ന് പറയുന്ന പോയിന്റ്. അത് ആ മലമുകളിൽ നിന്ന് കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വിളിക്കുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവിടെ നിന്ന് നിങ്ങളോട് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നിന്ന് തുടങ്ങുന്ന യാത്രയാണ്. ഈ യാത്ര ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, ബ്രദറെ ഈ സഹനം മാറാൻ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക, ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് അനുഭവിക്കുക. ഞാൻ ചോദിക്കുക എത്ര വർഷമായി? ഞാൻ ആദ്യം ചോദിക്കുന്നതാ, എത്ര വർഷമായി ഇത്? എത്ര വർഷമായി? അപ്പം ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ആയിട്ടില്ല, ഇത് ഒന്നാം സ്ഥലം എത്തിയിട്ടുള്ളൂ, ഇത് രണ്ടാം സ്ഥലം എത്തിയിട്ടുള്ളൂ, ഇത് മൂന്നാം സ്ഥലം എത്തിയിട്ടുള്ളൂ, ഇനിയും പോകാനുണ്ട്. മൂന്നാം സ്ഥലവും കഴിഞ്ഞ് 14 സ്ഥലം എത്തി. അവിടെ അതും കഴിഞ്ഞ് കുരിശിൽ കുത്തും കൊടുത്ത് പരിശുദ്ധ നമ്മുടെ മടിയിൽ കിടത്തിയാൽ തീരുന്നതേ ചിലതൊക്കെ ആവുള്ളൂ. അപ്പോൾ അത് ഗത്സമേനിൽ നിന്ന് ട്രാവൽ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ചിലരൊക്കെ ഇവിടെ ആയിരിക്കുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ആശ്വസിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് അത് ഞാൻ കൊടുക്കും, അത് കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ പ്രിയമുള്ള ദൈവജനമേ, ചിലതൊക്കെ ഗത്സമേനിൽ നിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഗാഗുൽത്തായിലെ കുന്തമുന വരെ എത്തുന്ന ആ ഒരു ട്രാവലുണ്ട് പ്രിയമുള്ളവരെ. ആ ഒരു യാത്രയിൽ ഗത്സമേനി എന്ന് പറയുന്ന അനുഭവം എത്തിയപ്പോൾ തന്നെ നിങ്ങൾ തളർന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 14 സ്ഥലം നിങ്ങളെങ്ങനെ കവർ ചെയ്യും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കിയുള്ള 14 സ്ഥലം നിങ്ങളെങ്ങനെ കവർ ചെയ്യും? പിന്നെ പീലാത്തോസിൻ്റെ അരമനായ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ജഡ്ജ്മെൻ്റൊക്കെ കഴിഞ്ഞ് 1-ാം സ്ഥലം തൊട്ട് 14-ാം സ്ഥലം വരെ കയറി ഇറങ്ങി കർത്താവിനെ ഗാഗുൽത്തായിലെ കുന്തമുന തീരുന്നത് വരെ സഹിച്ച സഹനങ്ങളുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും ആയിട്ടില്ല. കാരണം ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സഹിക്കുന്നവരെ കാണുമ്പോൾ ഒരു ത്രില്ല. കാരണം അവരോട് പറയും കുറച്ചും കൂടി സഹിച്ചോ, എന്നിട്ട് ഈ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചുകൂടി സഹിച്ചു വന്നിട്ട് ഈ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയും. ഇപ്പം എനിക്ക് പുതിയൊരു സഹനം കിട്ടിയിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് കാരണം നമ്മളിപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ അഡ്വാൻസ് ആയിട്ട് എനിക്കുള്ളത് കിട്ടിയിട്ട് അതും കൊണ്ടാണ് ഞാനിപ്പം നിൽക്കണേ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളറിയണം കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ കടന്നു വരണമെങ്കിൽ ആദ്യം അഭിഷേകമല്ല കടന്നു വരുന്നത്, ആദ്യം സഹനമേ വരുള്ളൂ. ആ സഹനത്തിൻ്റെ നീറ്റലിൽ നിന്ന് നമ്മൾ പൊട്ടിക്കണം. ആ പൊട്ടിക്കലിലാണ് സകലതും പൊട്ടിപ്പോകത്തുള്ളൂ. ആദ്യം അഭിഷേകം ചോദിച്ചിട്ട് ഈ അഭിഷേകത്തിൽ നിന്ന് സകലതും പൊട്ടിച്ചെറിയാനായിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആദ്യം നിങ്ങൾ ചോദിക്കണം, കുടുംബത്തിൽ, മക്കളിൽ, ഭർത്താവിൽ, ഭാര്യയിൽ, മാതാപിതാക്കളിൽ എന്തെങ്കിലുമൊക്കെ ഒരു കെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ കെട്ട് പൊട്ടിക്കാനുള്ള അഭിഷേകമാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ അബദ്ധം. ഈ കെട്ട് പൊട്ടിക്കാൻ അഭിഷേകമല്ല ആദ്യം ചോദിക്കേണ്ടത്, സഹനത്തെ ചോദിക്കണം. ഈ കെട്ട് പൊട്ടിക്കാൻ കർത്താവേയും നീ കുരിശിലേക്ക് പോയപ്പോൾ ഏത് സഹനത്തിലൂടെയാണ് ഈ കെട്ട് നീ പൊട്ടിച്ചതെങ്കിൽ അത് ഏത് സ്റ്റേഷനിലാണ്, ഏത് വാക്യമാണ് ചോദിക്ക്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുമ്പോൾ ആ സ്റ്റേഷനിൽ ആ വാക്യം എടുത്തു വെച്ച് ധ്യാനിച്ചിട്ട് ആ സഹനത്തെ നിങ്ങൾ വെൽക്കം ചെയ്യണം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലേക്ക്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ആ സഹനം ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കത്തില്ല. നട്ടലുണ്ടായാൽ മതി, ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കത്തില്ല. ഭീരുത്വത്തിൻ്റെ ആത്മാവാകരുത്, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവാ. പുത്രനെ സ്വീകരിക്കണമെങ്കിൽ അമ്മയുടെ കയ്യിൽ 30 വർഷക്കാലം കിട്ടിയ പുത്രനെയല്ല സ്വീകരിക്കേണ്ടത്, 31-ാമത്തെ വയസ്സോട്ട് കിട്ടിയ പുത്രനെ സ്വീകരിക്കണം. ആ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ വില കൊടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ അതിൻ്റെ അവസാനത്തെ തലമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ഓടി ഒളിച്ചപ്പോൾ ക്രിസ്തു തുടങ്ങിയത് എല്ലാവരും ഓടി
ഓടി ഒളിച്ചപ്പോഴാണ്. എല്ലാവരും ഓടി ഒളിച്ചപ്പോൾ ഈശോ അവിടെ നിന്ന് തുടങ്ങുക. 33 വർഷത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത് കർത്താവ് ഗെത്സമേനിയിൽ നിന്നാണ്. ബാക്കിയുള്ളതെല്ലാം കർത്താവിനൊരു ട്രെയിനിങ് പീരീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബാക്കിയുള്ളതെല്ലാം കർത്താവ് ഇങ്ങനെ എഴുതിത്തള്ളി എന്ന് വേണമെങ്കിൽ പറയാം. പ്രിയമുള്ളവരെ, ഗെത്സമേനി മുതൽ ഈശോ തുടങ്ങിയ തുടങ്ങൽ കുന്തമുന വരെ എത്തി നിന്നപ്പോൾ യേശുവിന് മനുഷ്യക്കോലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ എത്ര സഹിച്ചാലും നമ്മുടെ മനുഷ്യക്കോലമൊന്നും മാറില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ എത്ര സഹിച്ചാലും നമ്മളുടെ മനുഷ്യക്കോലമൊന്നും മാറില്ല. നമ്മൾ ആത്മാവിൽ അല്ലെങ്കിൽ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ സഹിക്കുന്ന സഹനമാണ് ശരീരത്തിൽ സഹിക്കുന്നതിനേക്കാൾ 16 മടങ്ങ് മാരകമായിട്ടുള്ളത്. ഹൃദയത്തിൽ സഹിക്കുന്നത് ശരീരത്തിൽ സഹിക്കുന്നതിനേക്കാൾ മാരകമാണ്. കാരണം ശരീരത്തിൽ സഹിക്കുന്നതിന് ആശ്വാസം കിട്ടാൻ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടെങ്കിൽ ആത്മാവിൽ സഹിക്കുന്നതിന് വഴിയില്ല. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. അനേകർ ലോകത്തെമ്പാടും ഇതുപോലെ നെഞ്ചുപൊട്ടി നഷ്ടപ്പെട്ട് കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങളൊന്ന് നെഞ്ചുപൊട്ടി കരഞ്ഞു നോക്കിയേ. തമ്പുരാൻ നിങ്ങൾക്ക് തരുന്ന ആത്മഭാരം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഈ ആത്മഭാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ നിയോഗങ്ങൾ ദൈവത്തിലേക്ക് എറിഞ്ഞു പിടിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? അവിടെ ദൈവം നിങ്ങൾക്ക് ഇത് എറിയാനുള്ള ആക്കം നിങ്ങളുടെ കരങ്ങൾക്ക് തരത്തില്ല. കാരണം അവിടെ നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നത് ഈശോയെ, ഈ ആത്മാവ് ഇവിടെ വേദനിച്ച് കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ കാര്യം പറയുന്നത്? എന്നാൽ ഈ കരണക്കൊന്ന് അങ്ങോട്ട് പുറപ്പെടട്ടെ ഈശോയെ. ഇപ്പോൾ ഈ പീഡ അനുഭവിക്കുന്ന, ഇപ്പോൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നിന്നോട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ മകനിലേക്ക്, ഈ മകളിലേക്ക് കർത്താവേ ഈ ശക്തിയെ അയക്കണമേ. ഈ കരണക്കൊന്ത എനിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചിരുന്ന ജപമാല, എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചൊരുക്കി വെച്ചിരുന്ന ഈ വചനം കർത്താവേ, ഇതിപ്പോൾ എനിക്ക് വേണ്ട, എന്നേക്കാൾ ആവശ്യമുള്ളവരിലേക്ക് നീ ഇത് അയക്കണമേ. ഇങ്ങനെ പറയാൻ മനസ്സിനൊരു ബലം നല്ല സഹനത്തിൻ്റെ സമയത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രിയപ്പെട്ടവരെ കൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ നല്ല സഹനത്തിൻ്റെ സമയത്തും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മനസ്സിൻ്റെ ബലത്തിന് വിളിക്കുന്ന പേരാണ് കൃപ എന്ന് പറയുന്നത്. നമ്മുടെ നല്ല സഹനത്തിൻ്റെ സമയത്തും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ നെഞ്ചു പൊട്ടുന്ന വേളകളിൽ, നമ്മുടെ കുടുംബം തകർന്ന് തരിപ്പണമാകുന്ന അവസരങ്ങളിൽ, എല്ലാ വഴികളും അടഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത്, ആ സമയത്താണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഏറ്റവും നല്ല യോഗ്യതയുള്ള സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ യോഗ്യരാക്കുന്ന സമയമാണ് നിങ്ങളുടെ സഹനത്തിൻ്റെ പീക്ക് സ്റ്റേജ്. ആ സമയത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സഹനത്തിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുക. ഒരു വഴിയില്ല, നെഞ്ച് പൊട്ടുന്ന വേദനയാണ്. ആ സമയത്ത് നിങ്ങൾ അനേകം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. അവിടെ അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടുകൾ അഴിക്കുക. പക്ഷെ നമുക്കത് തോന്നില്ല, പക്ഷെ അത് ചെയ്യണം ബലം പിടിച്ച്. നമുക്കത് ഒരിക്കലും തോന്നില്ല, നടപടിയാവില്ല, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥനയിൽ നടക്കില്ല. ഇങ്ങനെ പറഞ്ഞ് നമ്മളതിനെ ഒഴിവാക്കാൻ നോക്കും. പക്ഷെ ഒഴിവാകരുത്, അത് വിശ്വാസം. ഒഴിവാകരുത്. ഏറ്റെടുക്കാനുള്ള ബലം തമ്പുരാൻ കർത്താവ് തന്നിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇത്ര പ്രായമോ ഇല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നമുക്ക് സഹനത്തിൽ. ഇത് ഏതറ്റം വരെ പോകും നമുക്കൊരു ഉദ്ദേശം ഉണ്ടല്ലോ. ഈ സഹനം കാണുമ്പോൾ ഇത് ഇന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കണക്കൂട്ടി നമ്മൾ പറയും, ഇത് ഇത്ര ദിവസം വരെയുണ്ട്. നമുക്കറിയാം ഏകദേശം പതിവായി കിട്ടുന്ന സഹനങ്ങൾ ഏത് റൂട്ടിൽ എവിടം വരെ പോകും എന്നുള്ളത് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഇത് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും ഇത് അവസാനിപ്പിക്കുന്നത് നല്ലത്. അത് അവസാനിപ്പിക്കരുത്, അത് അവസാനിക്കാൻ സമ്മതിക്കരുത്. അതിൽ പിടിച്ച് നിൽക്കണം. ആ സഹനത്തിൽ പിടിച്ച് നിൽക്കുമ്പോൾ അത് കൃപയായിട്ട് കർത്താവ് കൺവേർട്ട് ചെയ്ത് തരും നിനക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരത്തിൻ്റെ ശക്തികളെ പൊട്ടിച്ചെറിയാൻ ആവശ്യമായിട്ടുള്ള അഭിഷേകമാണത്. അന്ധകാരത്തിൻ്റെ സകല തലങ്ങളെ ബന്ധിച്ച് പുറത്താക്കാനുള്ള അഭിഷേകമായിട്ടാണ് അത് നിങ്ങളിൽ നിറയുന്നത് പ്രിയപ്പെട്ടവരെ. അന്ധകാരമുണ്ടെങ്കിൽ അന്ധകാര ശക്തികളുമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരമുണ്ടെങ്കിൽ അന്ധകാര ശക്തികളുണ്ട്. അന്ധകാര ശക്തികൾക്ക് മേൽ ആധിപത്യവും ദൈവം നമുക്ക് കൽപ്പിച്ച് അനുവദിച്ചിട്ടുണ്ട്. ഏത് പാപമാണോ നിങ്ങൾ പതിവായി ചെയ്യുന്നത്, അതിനർത്ഥം ആ പാപത്തിൻ്റെ അരൂപിക്ക് മേൽ നിങ്ങൾക്ക് അധികാരമുണ്ടെന്നുള്ളതാണ്. ഏത് പാപത്തിനാണോ നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നത് 10 കൽപ്പനകളിൽ, അതിനർത്ഥം ആ പാപത്തിൻ്റെ അരൂപിക്ക് മേൽ തമ്പുരാൻ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. ഈ അധികാരം നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങളെക്കൊണ്ട് ആ പാപം ചെയ്യിപ്പിക്കുന്ന പിശാചിന് അറിയാവുന്നത് കൊണ്ട് നിങ്ങളെ നിരന്തരം ആ പാപത്തിൽ അവൻ കുഴിച്ചു മൂടിയിടും. ഹല്ലേലൂയ. കാരണം ഒരിക്കലും നീ ആ അധികാരം ഉപയോഗിക്കാതിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ ഈ പാപം ചെയ്യുന്നത് ഞാൻ അയോഗ്യനായതുകൊണ്ടാണ്. അല്ല, അയോഗ്യതയല്ല,
അതിന് പുറകിലൊരു കൃപ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ കൃപ വർക്ക് ചെയ്യാതിരിക്കാൻ സാത്താൻ മറച്ചു വെച്ചതാണ് നിന്നിൽ നിന്ന് ഈ കൃപയെ. പലതും സാത്താൻ ഇതുപോലെ മറച്ചു വയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കരുത്, നടക്കില്ല. ഉപവസിക്കും ഞാൻ നാളെ എന്ന് നിങ്ങൾ ആരോടും പറയരുത്, നടക്കില്ല. ഇന്ന് രാത്രി ഞാൻ ജാഗരണ പ്രാർത്ഥന ചെയ്യാൻ പോവുകയാണെന്ന് പറയരുത്, നടക്കില്ല. ഞാനൊന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങട്ടെ, എന്നെ ഒന്ന് വെറുതെ വിട് എന്ന് പറയരുത്. ബെഡിൽ കിടന്നാൽ നിങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, ഉറങ്ങില്ല. കാരണം ഇതെല്ലാം മറ്റൊരു വ്യക്തിയോട് നമ്മൾ പറയുമ്പോൾ കേൾക്കുന്നത് ആ വ്യക്തി മാത്രമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് നന്നായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ ആരോടെങ്കിലൊക്കെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാനിന്ന് ഉറക്കം നിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന്. ഓക്കെ, അതിന് എതിരായിട്ടുള്ളത് നിങ്ങൾക്ക് ബെഡിൽ കിട്ടും. നിങ്ങൾക്കിന്ന് നന്നായിട്ട് ഉറങ്ങണോ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറ, ഞാനിന്ന് രാത്രി മുഴുവൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ. തിളച്ച് പറഞ്ഞാൽ പിശാച് വിചാരിക്കും ഇതിരിക്കുമെന്ന്. സുഖമായിട്ട് കിടത്തി ഉറക്കിക്കോളുവൻ, സുഖമായിട്ട് അവൻ കിടത്തി ഉറക്കും, അനങ്ങാൻ സമ്മതിക്കത്തില്ല. എഴുന്നേക്കാം, മൂത്രം ഒഴിക്കാൻ പോലും എഴുന്നേക്കില്ല. ഹല്ലേലൂയ. വെള്ളം കുടിക്കാൻ പോലും മനസ്സ് തോന്നില്ല. രാത്രി ഒന്ന് ചരിഞ്ഞ് കിടക്കാൻ പോലും നമുക്ക് തോന്നില്ല. അതാണ് ആ ഉറക്കത്തിൻ്റെ പ്രത്യേകത. ഈ ഉറക്കം കർത്താവായ ദൈവം മനുഷ്യനെ ഈ ഉറക്കത്തിൽ ഒറ്റ പ്രാവശ്യമാക്കിയിട്ടുള്ളത് എപ്പോഴാ? ആദത്തെ ഗാഢനിദ്രയിലേക്ക് ആഴ്ത്തി. എന്തിനാ? എല്ലൂരിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലൂരിയെടുത്ത് ഹവ്വായ്ക്ക് ജന്മം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, പിന്നെ ആ ഗാഢനിദ്ര എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടില്ല. കാരണം എന്താ? ഞങ്ങളെത്തി. സ്ത്രീകൾ മൊത്തം പറയാം, പിന്നെ ഞങ്ങളെത്തി, ഇനി ഉറങ്ങണ്ട, ഇനി ഗാഢനിദ്ര എന്നുള്ള വേർഡ് വേണ്ട. കാരണം എന്താ? ഞങ്ങൾ ചാർജ് എടുത്തു. ഇനി ഗാഢനിദ്ര എന്നുള്ള വേർഡ് ബൈബിളിൽ പിന്നെ വന്നിട്ടില്ല, പിന്നെ കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് അങ്ങോട്ട് ഈ വേർഡ് നിങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അന്വേഷിച്ചോ? കിട്ടില്ല. ആ വേർഡ് പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് അന്ന് അന്യം നിന്ന് പോയ വേർഡാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ വരവ് അറിയിച്ചു എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഗാഢനിദ്ര എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്ന് ഒന്നിനെ ദൈവത്തിന് രൂപപ്പെടുത്താൻ ദൈവം തന്ന ഗാഢനിദ്ര തന്നെയാണ് സാത്താൻ നിന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നതും അതേ ഇൻസ്ട്രുമെൻ്റാണ് അവൻ യൂസ് ചെയ്യുന്നത്. നിദ്ര, ഉറക്കം എന്ന് പറയുമ്പോൾ ഉറക്കത്തിന് ഒരുപാട് തലങ്ങളുണ്ടെങ്കിൽ അതിൽ ഒന്നു മാത്രമാണ് നമുക്ക് കിട്ടുന്ന റെസ്റ്റ് എന്ന് പറയുന്നത്. ഉറക്കത്തെ തോൽപ്പിക്കുന്നതും ഭക്ഷണത്തോട് നോ പറഞ്ഞ് ശരീരത്തെ തോൽപ്പിക്കുന്നവർക്കും ജീവിതത്തിൽ തോൽക്കേണ്ടി വരില്ല. സാത്താന് അങ്ങനെയുള്ള വ്യക്തികളെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ സാത്താന് തോൽപ്പിക്കാൻ പറ്റും, പെട്ടെന്ന് പറ്റും, ഈസിയാണ്. നിങ്ങൾ ഒരു ദിവസം ഒരു 10 കൊന്ത എലിക്കോ, നിങ്ങൾ എത്ര സമയം ബൈബിൾ വായിച്ചോ, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ വീഴും. അതങ്ങനെയാണ്. പക്ഷേ സ്വന്തം വയറിനെ തോൽപ്പിക്കണം, സ്വന്തം പഞ്ചേന്ദ്രിയങ്ങളെ തോൽപ്പിക്കുന്ന വ്യക്തിയെ തോൽപ്പിക്കാൻ സാത്താന് പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് മത്സരിക്കണം. കാരണം ജാഗരണം അല്ലെങ്കിൽ ഉറക്കമിളച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അന്ധകാര ശക്തികളോടുള്ള ഡയറക്റ്റ് വാറാണത്. അന്ധകാര ശക്തികളോടുള്ള നേർക്കുനേരുള്ള യുദ്ധമാണത്. രാത്രി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് സാത്താൻ ഏറ്റവും അരിശമാണ്. അതുകൊണ്ടാണ് അവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാതിരിക്കാൻ. ഈ സമയം ജോലിയെല്ലാം ഇപ്പം നൈറ്റാണ്, എല്ലാ റെസ്റ്റും ഇപ്പം നൈറ്റിലാണ്, എല്ലാ എൻജോയ്മെൻറ്റും ഇപ്പം നൈറ്റിലാണ്, എല്ലാം നൈറ്റിലാണ്. ഫോണിൻ്റെ ഉപയോഗം കൂടുന്നത് നൈറ്റിലാണ്. ഫോണിൻ്റെ ഉപയോഗം കിടന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ചരിഞ്ഞ് കിടന്ന് ഒക്കെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നതെല്ലാം ബെഡിലും നൈറ്റിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഫോണിൻ്റെ ഉപയോഗം ഇതെല്ലാം വരുന്നത് രാത്രിയില്ല. കാരണം എന്താണെന്നറിയോ? രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാതിരിക്കാൻ സാത്താൻ അവൻ്റേതായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് തന്നിട്ടാണ് അവൻ നമ്മളെ കിടത്തുന്നത്. ബെഡിലേക്ക് ക്ഷണിക്കുന്നത് ദൈവമായിരിക്കണം. നിങ്ങളെ ബെഡിലേക്ക് ക്ഷണിക്കുന്നത് ദൈവമായിരിക്കണം, സാത്താൻ ആവരുത്. ഗാഢനിദ്ര കിട്ടുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. ഗാഢനിദ്ര കിട്ടരുത്. ഒരു 2:30-2:45 എഴുന്നേക്കുന്ന നിദ്രയെ പാടുള്ളൂ. വീണ്ടും കിടക്കാം, പക്ഷെ ഒരു 2:30 കരുണയുടെ മണിക്കൂറിൽ ഉണരാൻ ദൈവം നിങ്ങൾക്ക് ഇട വരുത്തുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു കൃപ മറഞ്ഞിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ കിടന്നുറങ്ങുക, നല്ല ക്ഷീണം, ഒത്തിരി ജോലി ചെയ്ത് കിടന്നുറങ്ങി, പക്ഷേ കരുണയുടെ മണിക്കൂർ ഒരു 3 മണി, അതായത് രാത്രിയുടെ 4 യാമം നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, ഈ 3 മണി സമയത്ത് സ്വിച്ച് ഇട്ട പോലെ നിങ്ങൾ എഴുന്നേൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ദൈവം നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സമയത്ത് എഴുന്നേറ്റിട്ട് ചരിഞ്ഞ് കിടക്കരുത്, എഴുന്നേറ്റിരുന്ന് കൊന്തയെല്ലണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. എഴുന്നേറ്റിട്ട് ഇപ്പുറത്തേക്ക് തിരിഞ്ഞു കിടക്കാനല്ല ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. എഴുന്നേറ്റിരുന്ന് ജപമാല എടുത്ത് കരുണക്കൊന്ത ചൊല്ലി നിങ്ങൾ ആ സമയം അനേകം ആത്മാക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ട മണിക്കൂറാണ് രാത്രിയുടെ 4-ാം യാമം എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ആ സമയത്ത് ഒരലാം വെക്കാതെയും ആരെക്കൊണ്ടും എഴുന്നേൽപ്പിക്കാതെയും നിങ്ങൾ തന്നെ ആരെയും ശല്യപ്പെടുത്താതെ ബെഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പൊങ്ങുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്ന് ഒരുപാട് വിഹിതം അനേകരിലേക്ക് പോകാനുള്ള സമയമാണത്. പ്രാർത്ഥനയുടെ വിഹിതം, അനുഗ്രഹത്തിൻ്റെ വിഹിതം, ത്യാഗത്തിൻ്റെ വിഹിതം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്നലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു, ഇന്ന് നിങ്ങൾക്ക് ഒരു ക്ഷീണവും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ അനേകർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ അത് രോഗമാകാൻ തമ്പുരാൻ അനുവദിക്കില്ല. നേരെ മറിച്ച് ഇത് തന്നെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മൊബൈൽ ഫോണിലിരുന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ട് ഈ ചുണ്ണാമ്പ് വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കാനാണ് ഉണർന്നിരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അത് നിങ്ങൾക്ക് രോഗത്തിന്, മൈഗ്രെയിന് ഒക്കെ കാരണമാകുന്ന അവസ്ഥയിലേക്ക് എത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ 2 ആയുധങ്ങളാണ് ഉറക്കവും വിശപ്പും. ഈ 2 ആയുധങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ശരീരത്തിൽ. ഫിസിക്കലി നമുക്ക് ഡെയിലി കിട്ടേണ്ട 2 ആവശ്യങ്ങളാണ്. ഫിസിക്കലി ഡെയിലി ആവശ്യമുള്ളത് ഇത് 2 മാത്രമേ ഉള്ളൂ. ഇത് 2 ഇങ്ങോട്ട് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് 2 മാത്രമേ ഉള്ളൂ. ഇതിനെ ബ്ലോക്ക് ചെയ്താൽ മതി, കൃപ പെരുകും. ഇതിനെ ബ്ലോക്ക് ചെയ്യുന്ന വെച്ചാൽ പട്ടിണി കിടന്ന് ചാകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല വിശപ്പുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപവാസം പ്രഖ്യാപിക്കരുത്, നടക്കില്ല. ഉപവാസം പ്രഖ്യാപിക്കരുത്. ഇപ്പം ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് വന്നപ്പോൾ ഉച്ച എത്തിയപ്പോൾ നല്ല വിശപ്പാണ്. ആ ഫുഡ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യുക. കർത്താവ്, എനിക്ക് ഈ നേരത്തെ ഭക്ഷണം വേണ്ട, കാരണം എനിക്ക് അത്രയും വിശത്ത് നിൽക്കുമ്പോൾ അത് ഞാൻ ത്യാഗമായി നിനക്ക് കാഴ്ചവെക്കുന്നു. പകരം ഞാൻ ജപമാല ഭക്ഷിക്കും, വചനം ഭക്ഷിക്കും, കുരിശിൻ്റെ വഴി ചൊല്ലി അതിനെ ഞാൻ ഭക്ഷണമായി സ്വീകരിക്കും. അത് പ്രാർത്ഥനയായിട്ട് നിങ്ങൾ സ്വീകരിക്കുക, അത് ഭക്ഷണമായിട്ട് സ്വീകരിക്കുക. അത് നിങ്ങളിൽ കൃപയായിട്ട് മാറ്റപ്പെടും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് ഉറക്കം വരുന്ന സമയത്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ഇരുന്നാൽ ഉറക്കം തൂങ്ങി വീഴുമെങ്കിൽ നടന്ന് പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് മുറ്റത്ത് നടന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മളത് ഒത്തിരി സൗണ്ടുകളും പല എന്താ പറയുക, രസമുള്ള കാഴ്ചകളൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ മുറ്റത്ത് നടന്ന് കൊന്തയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാം വിഷൻസാണ് കാണാൻ പറ്റണമെന്നറിയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്നുവരെ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ശബ്ദങ്ങളും രൂപങ്ങളും എല്ലാം രാത്രിയുടെ യാമങ്ങളിൽ മുറ്റത്ത് കിടന്ന് കൊന്തയിൽ പ്രാർത്ഥിച്ച് നമുക്ക് കാണാൻ പറ്റും. ചെയ്യണ്ട കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ ഈ 62-ാം സങ്കീർത്തനം പറയുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നു, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, ഞാൻ കുലുങ്ങി വീഴില്ല. നിങ്ങളെന്ത് ശരീരത്തെ തോൽപ്പിക്കുന്ന എന്ത് പ്രാർത്ഥന ചെയ്താലും, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ ശരീരത്തെ തോൽപ്പിച്ചാൽ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്കൊരസുഖവും വരില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് മുഴുവൻ നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നു, വിശക്കുന്നില്ല, ഇങ്ങനെയുള്ളവർക്ക് ഉപവസിക്കാൻ യോഗ്യത ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് ഉപവസിക്കാൻ യോഗ്യതയില്ല. കാരണം ഉപവസിച്ചാൽ അത് അവർക്ക് ത്യാഗമാകില്ല. നേരെ മറിച്ച് 2 മണിക്കൂർ ഇടവിട്ട് എനിക്ക് ഭക്ഷണം കഴിച്ചാൽ എനിക്ക് വല്ലാത്തൊരു വീർപ്പൂട്ടലാണെങ്കിൽ അവർക്ക് ഉപവസിക്കാനുള്ള യോഗ്യതയുണ്ട്. കാരണം അവരുപവസിക്കുമ്പോൾ അത് ത്യാഗമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, നിങ്ങൾക്ക് രാത്രി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു യോഗ്യതയില്ല. ഹല്ലേലൂയ. എന്തായാലും ഉറങ്ങുന്നില്ല, എന്നാൽ പ്രാർത്ഥിച്ചേക്കാം. അത് വേണ്ട കർത്താവിന്, അത് ഈശോയ്ക്ക് വേണ്ട. ഉറക്കം വന്നിട്ട് ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചാൽ അത് ഈശോയ്ക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ളതേ ഈശോയ്ക്ക് ആവശ്യമുള്ളൂ. അല്ലാത്തൊന്നും കർത്താവിന് വേണ്ടെന്നേ. നീ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതൊന്നും ഈശോയ്ക്ക് വേണ്ട. നീ സഹിച്ചു കൊടുക്കുന്നതേ ഈശോയ്ക്ക് ആവശ്യമുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഫ്രീ ആയിട്ട് കർത്താവിന് ഇപ്പം എനിക്ക് നല്ല ടൈമുണ്ട്, എനിക്ക് നല്ല വിശാലമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനുള്ള അവസ്ഥയുണ്ട്, AC റൂമുണ്ട്, എല്ലാം കൂടി ഇങ്ങനെ ലാവിഷായിട്ടിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചാൽ കർത്താവിനത് വേണ്ട. നേരെ മറിച്ച് എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ ഒട്ടും ടൈമില്ല, ഹറി പറയാ, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, അത് ചെയ്യണം, ഇത് ചെയ്യണം. ആ സമയത്ത് ഒരു കൊന്ത നീ കാഴ്ചവെച്ച് നോക്കിക്കോ, കർത്താവ് നിന്നെ മാനിക്കും. നിനക്ക് പറ്റാത്തപ്പോൾ അസമയത്ത് നീ പ്രാർത്ഥിക്കണം, അനവസരത്തിൽ നീ പ്രാർത്ഥിക്കണം. നല്ല വിശപ്പുള്ളപ്പോൾ ഉപവസിക്കണം, നന്നായിട്ട് ഉറക്കം വരുമ്പോൾ
നീ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നതിലാണ് കൃപ കിടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്രകാരം വില കൊടുക്കാതെ എല്ലാ സൗകര്യങ്ങളും ഒത്തുവന്ന് പ്രാർത്ഥിക്കുന്നതിൽ ഒരു കൃപയും ഒരനുഗ്രഹവും നിന്റെ കുടുംബത്തിലേക്ക് എത്തില്ല. കൊടുക്കണം ഈശോയ്ക്ക്. സമ്പത്ത് ഒത്തിരിയുള്ളപ്പോൾ കൊടുക്കരുത്. ഈശോ പറഞ്ഞില്ലേ, വിധവയുടെ ചില്ലിക്കാശ്, അവൾ കൊടുത്ത കോപ്പർ കോയിനാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ചെമ്പ് തുട്ടിനെ കർത്താവ് വിലയുള്ളതാക്കി മാറ്റി. എന്തുകൊണ്ട്? കർത്താവ് ഭണ്ഡാരത്തിന് എതിർവശത്തിരിക്കുന്നുണ്ടെന്നാണ് ആ വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭണ്ഡാരത്തിന് എതിർവശത്ത് കർത്താവ് ഇരിക്കുന്നുണ്ട്. നിനക്കിപ്പോൾ സമ്പത്ത് കൊണ്ട് സമൃദ്ധിയാ. നീ 1000 കർത്താവിന് കൊടുത്താൽ പുല്ലുവിലയാ കർത്താവ് അതിന് തരുള്ളൂ. കാരണം എന്താണെന്നറിയോ? നിനക്ക് ഒത്തിരി അവൻ തന്നിട്ടാണ് അവന് നീ തിരിച്ചു കൊടുക്കുന്നത്. ഞാനുണ്ടാക്കിയതല്ല. എപ്പോഴും നമ്മൾ പറയും എൻ്റെ അധ്വാനത്തിൻ്റെ വിഹിതം ഞാൻ കർത്താവിന് കൊടുത്തു. അല്ല, നിങ്ങളുടെ അധ്വാനത്തിൻ്റെ വിഹിതവും നിങ്ങൾ കർത്താവിന് കൊടുത്തില്ല. കർത്താവ് നിങ്ങൾക്ക് തന്ന വിഹിതത്തിൽ നിന്ന് പിച്ചയാണ് കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദശാംശം കൊടുക്കുകയല്ല. ഈശോയാണ് എനിക്ക് ഈ ജോലി ചെയ്യുന്നത്, ഈശോയാണ് എനിക്ക് സാലറി തരുന്നത്, ഈശോയാണ് എനിക്ക് ഈ ആരോഗ്യം തരുന്നത്, ഈശോയാണ് എനിക്ക് ഈ ജീവിതം തരുന്നത്. അതിൻ്റെ ഭിക്ഷയാണ് ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്നത്. അതേ ഈശോ എന്നോട് ചോദിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈശോ എന്നോടൊന്നും ചോദിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തിരിച്ച് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നതിലും കർത്താവ് സ്വീകരിക്കുന്നത് ദശാംശമായിട്ട് മാത്രമേ ഈശോ സ്വീകരിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് അറിയോ? ഈ ദൈവത്തിന് നമ്മൾ ദശാംശം കൊടുക്കുന്നതും ദൈവം നമുക്ക് ദശാംശം തരുന്നതുകൊണ്ട്. ഞാൻ ദശാംശം കൊടുക്കുകയാണ്, ഇന്നത് ഇങ്ങനെ അളന്നു തൂക്കി ഞാൻ കർത്താവിന് കൊടുക്കുകയാണ്. എനിക്ക് 1000 കിട്ടി, 10 രൂപ ഞാൻ ഈശോയ്ക്ക് വെച്ചു. അപ്പോൾ ഞാൻ ഒരു നിയോഗത്തിന് വേണ്ടി, പ്രിയപ്പെട്ട ദൈവജനമേ, 1000 കൊന്ത കർത്താവിന് സമർപ്പിച്ചു. തിരിച്ച് ദൈവം അതിൻ്റെ ദശാംശം എനിക്ക് തരും. 10 കൊന്തയുടെ വിഹിതമേ കർത്താവ് എനിക്ക് തരുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് ദശാംശം കൊടുത്താൽ ദൈവം എനിക്കും ദശാംശം തരും. ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചേനെ. കാരണം എന്താണെന്നറിയോ? ഇത്രയും നാൾ ചൊല്ലിയതിൻ്റെ ദശാംശത്തിൻ്റെ വിഹിതമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, കിട്ടിയതൊക്കെ അത്രയും കിട്ടിയിട്ടുള്ളൂ. നമ്മൾ പറയും, എൻ്റെ മകളുടെ വിവാഹകാര്യം നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു 1000 ബലി കർത്താവിന് ഓഫർ ചെയ്യാണ്. 1000 ബലി അർപ്പിക്കാം, എൻ്റെ മകളുടെ വിവാഹകാര്യം നടക്കണം, എൻ്റെ മകൾക്ക് നല്ലൊരു വരനെ കിട്ടണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 1000 ബലി, 1000 ജപമാല ഈശോയ്ക്ക് കൊടുത്താൽ അതിൻ്റെ ദശാംശത്തിൻ്റെ അനുഗ്രഹമേ തിരിച്ച് കർത്താവ് തരികയുള്ളൂ എന്ന് കർത്താവ് ഡിസൈഡ് ചെയ്താൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? 1000 കൊന്ത ദൈവത്തിന് കൊടുത്തു. പക്ഷേ കർത്താവ് തിരിച്ചു തന്നത് അതിൽ 10 കൊന്തയ്ക്കുള്ളതേ തന്നിട്ടുള്ളൂ. ഇങ്ങനെ ഒരു 10000 കൊന്ത ചെല്ലുമ്പോഴേ 1000ൻ്റെ അനുഗ്രഹം നിനക്ക് കിട്ടുള്ളൂ. 1000ൻ്റെ അനുഗ്രഹം നിനക്ക് കിട്ടുള്ളൂ. 10000 കൊടുത്താലാണ് 1000ൻ്റെ അനുഗ്രഹം നിനക്ക് കിട്ടുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രാർത്ഥന മല പോലെ കൂട്ടുന്നതിനേക്കാൾ ശരീരം കൊണ്ട് ദൈവത്തിന് കൊടുക്കാൻ പറയുന്നത്. ശരീരത്തിൻ കൊണ്ട് പേ ചെയ്യുന്നതിൻ്റെ ദശാംശമായിട്ട് തരാൻ കർത്താവിന് പറ്റില്ല. കൊടുക്കുന്നത് അതേ അളവിൽ തിരിച്ച് കിട്ടണമെങ്കിൽ സഹനത്തിന് മാത്രമേ കർത്താവിനോട് ബാർഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവൻ സഹിച്ചാണ് ലോകത്തെ നേടിയത്. പ്രാർത്ഥന കൊണ്ട് കർത്താവിനെ തോൽപ്പിക്കാൻ നോക്കല്ലേ, മണ്ടത്തരമാ. കാരണം അവനാണ് പ്രാർത്ഥന, അവൻ്റെ പേരാണ് പ്രാർത്ഥന എന്നുള്ളത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് അവന് കൊടുത്താൽ എത്ര കൊടുക്കാൻ എനിക്ക് പറ്റും? അവൻ ഹാപ്പി ആവില്ല. കാരണം അവനാണ് പ്രാർത്ഥന. അപ്പോൾ എന്നിൽ നിന്ന് അവനിലേക്ക് പ്രാർത്ഥന പോയാൽ പ്രാർത്ഥനയാകുന്ന ക്രിസ്തുവിന് അതൊന്നും ആവില്ല. പ്രിയപ്പെട്ടവരെ, ഒന്നും ആവില്ല. അത് അവനുള്ള വിഹിതം അവന് കൊടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തു എന്ന് പറയുന്ന പ്രാർത്ഥന എൻ്റെ അധരത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് പുറപ്പെട്ടാൽ ക്രിസ്തു അത് മൈൻഡ് ചെയ്യില്ല. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് തൃത്വമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് തൃത്വമാണെങ്കിൽ ആ തൃത്വം ലോകത്തെ മുഴുവൻ താങ്ങുന്ന പ്രാർത്ഥനയാകുന്ന തൃത്വത്തിന് എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഈ പ്രാർത്ഥന കടൽ തീരത്തെ ഒരു തരി മണ്ണിന് തുല്യം പോലും ആകുന്നില്ല. അതുകൊണ്ട് അവനും അതിന് അത്രയേ വില കൊടുക്കുന്നുള്ളൂ. ഒരു നിയോഗത്തിന് വേണ്ടി നീ സമർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ. ഹല്ലേലൂയ. നേരെ മറിച്ച് അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആ അവൻ്റെ ആലയമായ ഈ ശരീരത്തിനെ അവന് വേണ്ടി ഞാൻ ദ്രോഹിക്കാൻ തീരുമാനമെടുക്കുക. എങ്ങനെയാ? പട്ടിണിക്കിടും, ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇത് ഞാൻ അവന് പേ ചെയ്യും. അവന് തിരിച്ച് തന്നേ പറ്റുള്ളൂ.
കാരണം അവൻ്റെ ആലയമാണിത്, അവൻ ഇതിൽ വസിക്കുന്നുണ്ട്. ഇത് നശിക്കാൻ അവൻ അനുവദിക്കത്തില്ല. ഇവിടെ നൊന്താൽ അവന് നോവും, ഇവിടെ പാപം ചെയ്താൽ അവന് നോവും. ഇത് അഭിഷേകമായാൽ അവൻ സന്തോഷിക്കുമെങ്കിൽ ഇവിടെയല്ലേ സഹനമാകുന്ന പ്രാർത്ഥന ഇതിൽ ഫോം ചെയ്ത് അവനിലേക്ക് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വാല്യുബിളാണ് ദൈവ തിരുമുൻപിൽ. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയുടെ നാമത്തിൽ പ്രിയപ്പെട്ട ദൈവജനമേ പറയട്ടെ, നിങ്ങളുടെ സഹനത്തിന് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ വിലയുണ്ട്. നിങ്ങളുടെ സഹനത്തിന് ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുണ്ട്. പുത്രൻ്റെ സഹനത്തിന് പിതാവ് വില കൽപ്പിച്ചില്ലേ? ലോകത്തെ മുഴുവൻ നേടാൻ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ആ ഒറ്റ സഹനം കൊണ്ട്, ചെറിയൊരു സഹനമല്ല എങ്കിൽ പറയണം, ആ ഒരൊറ്റ സഹനം കൊണ്ട് അവൻ ലോകത്തെ മുഴുവൻ നേടിയില്ലേ? പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ആ പിതാവ് പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുന്ന നമ്മളിൽ നിന്നും ആവശ്യപ്പെടുമ്പോൾ പുത്രനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തി പുത്രൻ്റെ സ്വഭാവത്തിൻ്റെ എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? പുത്രൻ്റെ സ്വഭാവം സഹിക്കുന്ന സ്വഭാവമാണ്. പുത്രൻ്റെ സ്വഭാവം സഹിക്കുന്ന സ്വഭാവമാണ്. ഈ സഹനം പ്രിയമുള്ള ദൈവജനമേ നമ്മിൽ നിന്ന് ദൈവത്തിലേക്ക് പുറപ്പെടണം. അവൻ അനുവദിച്ചില്ലെങ്കിൽ സഹനം ഞാൻ അവന് കൊടുക്കും. അവനെനിക്ക് സഹനം തന്നിട്ടില്ലെങ്കിൽ ഞാനത് ചോദിച്ചു മേടിക്കും, എന്നിട്ട് അത് അവന് തന്നെ കൊടുക്കും. എനിക്ക് വേണ്ട സഹനം, ദൈവമേ എനിക്ക് സഹനം വേണ്ട, പക്ഷേ നീ എനിക്ക് സഹനം തന്നാൽ അത് ഞാൻ നിനക്ക് തിരിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. എനിക്ക് സഹനം വേണ്ട, പേഴ്സണലി എനിക്ക് സഹനത്തിൻ്റെ ആവശ്യമില്ല, പക്ഷേ നീ എനിക്ക് സഹനം തരികയാണെങ്കിൽ അത് ഞാൻ ആത്മാക്കളായിട്ട് നിനക്ക് തിരിച്ചു തരാം. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് കർത്താവിൻ്റെ മുമ്പിൽ ഒത്തിരി സ്വീകാര്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിനക്ക് സഹനം തന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ ഒരെണ്ണം നഷ്ടപ്പെട്ട ആടായിരിക്കും. അതിന് പുറകെ പോകാനായിട്ട് നിനക്ക് സഹനം തന്നേ പറ്റുള്ളൂ. കർത്താവിന് ഒരു കണ്ണുനീര് നിനക്ക് അവൻ തരാൻ കാരണം എന്താണെന്നറിയോ? നഷ്ടപ്പെട്ട ഏതോ ഒന്ന് നിൻ്റെ കുടുംബത്തിലുണ്ട്. അത് ഈശോയ്ക്കറിയാം. അതിനെ നേടിയെടുക്കാൻ നിനക്കൊരു കണ്ണുനീരിൻ്റെ നനവ് കർത്താവ് തരും. ആ നഷ്ടപ്പെട്ടതിനെ നിൻ്റെ സഹനം വഴി ഈശോയ്ക്ക് ആ ആത്മാവിനെ നേടിക്കൊടുക്കാൻ കുടുംബത്തിൽ ഒരെണ്ണം വഴിപിഴച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും കണ്ണിങ്ങനെ നനഞ്ഞിരിക്കും. എല്ലാത്തിൻ്റെയും കണ്ണ് നനഞ്ഞിരിക്കും. രണ്ടെണ്ണം വഴിപിഴച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കണ്ണും സാമ്പത്തിക മേഖലയും കെട്ടുകിടക്കും. കണ്ണ് നനഞ്ഞിരിക്കും, ഒപ്പം അവരുടെ സാമ്പത്തിക മേഖലയും കെട്ടുകിടക്കും. 5 പേരുള്ള കുടുംബത്തിൽ 3 പേരിൽ വഴിപിഴച്ചതാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ആ കുടുംബം എന്നും നരകതുല്യമായ അവസ്ഥയിലൂടെ പോകുന്നത് പോലെ നാട്ടുകാർക്ക് തോന്നും. പക്ഷേ ഈശോ അത് പ്രാർത്ഥനയായിട്ടാണ് ആ കുടുംബത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. നിങ്ങളുടെ സഹനം എത്രത്തോളം വലിപ്പമുണ്ടോ അതനുസരിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നേടിയെടുക്കേണ്ട ആത്മാക്കളുടെ എണ്ണം കൂടുതലാണെന്നുള്ള ബോധ്യത്തിലേക്ക് നിങ്ങൾ വരണം. ഹല്ലേലൂയ. പക്ഷെ നിങ്ങളുടെ പ്രത്യക്ഷത്തിൽ ഒരെണ്ണമായിരിക്കും വഴിപിഴച്ച് കിടക്കുന്നതായിട്ട് കാഴ്ചപ്പാടിൽ തോന്നുന്നതെങ്കിൽ ബാക്കിയുള്ളതിൽ ഏതെങ്കിലുമൊക്കെ മറഞ്ഞിരുന്ന് പാപം ചെയ്യുന്നവർ നമ്മുടെ കുടുംബത്തിലുണ്ടാകും. കാഴ്ചപ്പാടിൽ അവർ നല്ല വെള്ള ചമഞ്ഞ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നവരായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് സഹനം കുറയുന്നില്ല, സഹനം കൂടിക്കൂടി വരികയാണെങ്കിൽ അതിന് കാരണം ആ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട, നേടിയെടുക്കേണ്ട ആത്മാക്കളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. 3 മക്കളുള്ള മാതാപിതാക്കൾ, അതിലൊരെണ്ണം ദൈവത്തെ വിളിക്കാതെ വഴിതെറ്റി അലഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ മാതാപിതാക്കൾ കണ്ണീരാ. സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്നത് എന്താ, ഇതിങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ കണ്ണീരിലായത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കണ്ണുനീര് ഓരോ പരിധി കഴിയുമ്പോഴും കൂടി വരിക മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്താ, രണ്ടാമത്തേതും പാപത്തിലാണ്, പക്ഷെ പ്രത്യക്ഷത്തിൽ പാപം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. സ്വർഗത്തിനറിയാൻ പാപത്തിലാണെന്നുള്ളത് മാതാപിതാക്കൾക്കേ അറിയാത്തതുള്ളൂ. അതുകൊണ്ട് സ്വർഗം വീണ്ടും കുറച്ചുകൂടെ സഹനം മാതാപിതാക്കൾക്ക് കൂട്ടിക്കൊടുത്തു. കാരണം എന്താ, രണ്ടാമത്തതും പാപത്തിൽ പോയി. ഈ സഹനത്തിൽ നിൽക്കുമ്പോൾ വീണ്ടും സഹനം കർത്താവ് കൂട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ മക്കൾ 3 പാപത്തിലാണ്. ഉറപ്പിക്കാൻ പറ്റും. സഹനം കൂടുന്നതനുസരിച്ച് ഉറപ്പിച്ചോ, കുടുംബത്തിൽ നിന്ന് നേടിയെടുക്കേണ്ട ആത്മാക്കളുടെ എണ്ണം കൂടുന്നുണ്ട്. സഹനം കുറയുന്നപ്പോഴാണെന്നറിയോ, ഈ ആത്മാക്കൾ സ്വമേധയാ പാപത്തിൽ നിന്ന് പിന്മാറാൻ തുടങ്ങുമ്പോൾ അതുവരെ സഹിച്ചിരുന്നവരുടെ സഹനങ്ങൾ താഴേക്ക് മാറി അവർ ബാക്ക് ടു നോർമൽ ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടല്ല പ്രിയപ്പെട്ടവരെ ഇതൊന്ന് നേടിയെടുത്തത് ഈശോ. ഈ ആത്മാക്കൾ ഒരുപക്ഷെ ദുർമരണപ്പെട്ടു പോകേണ്ടതായിരിക്കും, പക്ഷെ പോകാതിരുന്നതുകൊണ്ടാണ് ആ കണ്ണുനീരിൻ്റെ നനവിനെ ദൈവം പ്രാർത്ഥനയായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സ്വീകരിച്ചതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. ആ കണ്ണുനീരിൻ്റെ നനവിനെ ദൈവം പ്രാർത്ഥനയായിട്ട് സ്വീകരിച്ചതുകൊണ്ടാണ്.
ഒരമ്മ ബ്രസ്റ്റിൽ ക്യാൻസറായിട്ട് വന്നിരിക്കുക, പ്രായം എത്തി. അപ്പോൾ ബ്രസ്റ്റിൽ ക്യാൻസർ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറത്താണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കണം ഇപ്പം കളയണ്ട, ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ബ്രദർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഈ അമ്മ വാവിട്ട് നിലവിളിക്കുക. ഞാനപ്പോൾ ഈ അമ്മയോട് ചോദിച്ചു 4 മക്കളല്ലേ അമ്മയ്ക്ക്? അതെ 4 മക്കളാണ്. ഞാൻ പറഞ്ഞു 2 പേരെവിടെയാണ്? 2 പേര് ഇന്ന സ്ഥലത്താണ്, ബാക്കി 2 പേരോ എൻ്റെ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തെന്ന് പറഞ്ഞ 2 പേരിൽ ഒത്തിരി അസ്വസ്ഥതകളുണ്ടല്ലോ അമ്മേ, എനിക്കറിയില്ല, അവരെന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ തമ്പുരാന് എല്ലാം കാണാം. അപ്പോൾ അവിടെ ഒരു അസ്വസ്ഥത ബാക്കി നിൽക്കുന്നത് അവർക്ക് ഒഴിവായി പോകണമെങ്കിൽ അമ്മ ഈ സഹനത്തിൽ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അമ്മ റെഡിയാണോ? അമ്മ കരഞ്ഞുകൊണ്ട് പറയാ ഇതിലും കൂടുതൽ തന്നാലും എൻ്റെ മക്കളെ പ്രതി ഞാൻ സഹിക്കും. ഹല്ലേലൂയ. അത് സ്നേഹം എന്നുള്ള തലം മാറി കരുണയുടെ തലം അമ്മയിൽ നിന്ന് പുറപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള ഒത്തിരി അമ്മമാർ നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾ ജീവനോടെ ഇവിടെ ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരമ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ. കാരണം എന്താണെന്നറിയോ? അവിടെ സഹിക്കാൻ വിട്ടുകൊടുത്തിട്ട് ദൈവം രക്ഷിച്ചത് നിൻ്റെ ജീവനെയാണ്. അവിടെ സഹിക്കാൻ വിട്ടുകൊടുത്തിട്ട് നീ പാപത്തിലായിരുന്നപ്പോഴും നിൻ്റെ ജീവനെ സംരക്ഷിക്കാൻ കർത്താവ് ഇവിടെ കണ്ണീര് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മക്കളതൊന്നും അറിയണില്ല, അതാണ് വിഷയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം, പരിശുദ്ധ കുർബാനയുടെ സമയമാണ്.